ഹലോ മക്കളെ, ഈ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വർഷം +2 അടുത്ത പബ്ലിക് എക്സാം വരാൻ പോകുന്നത്. ഈ ഒരു എക്സാമിന് നിങ്ങൾ വാങ്ങുന്ന മാർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഈ വർഷം ഒരു 18 മാർക്കിൽ കൂടുതൽ ഓരോ ചാപ്റ്റർ അറിയാലോ, ജയിക്കാനായിട്ട് 18 മാർക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ 18 മാർക്കിൽ കൂടുതൽ, സേഫ് എന്ന് പറയുന്നത് ഒരു 20 മാർക്കാണ്. അപ്പോൾ 20 മാർക്കിൽ കൂടുതൽ നമ്മൾ എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടാകണം. കാരണം അങ്ങനെ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് +2 മനസമാധാനത്തോടെ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇല്ല എങ്കിൽ ഇവിടെ കുറഞ്ഞ മാർക്ക് കൂടി നമ്മൾ എവിടെ വാങ്ങേണ്ടി വരും? +2 വാങ്ങേണ്ടി വരും. എന്നാൽ അതിനേക്കാളും വളരെ ഭയാനകരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വലിയ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ +2 അഥവാ ഫെയിൽ ആകുമെന്ന് വിചാരിക്കുക. അങ്ങനെ ആകാതിരിക്കട്ടെ, പക്ഷെ അഥവാ നമുക്ക് +2 നമ്മൾ വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, +1 ജയിക്കേണ്ട മാർക്ക് ഉണ്ടല്ലോ, അതും നിങ്ങൾ സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വന്നാൽ, നിങ്ങൾ ഇതേ +1 വീണ്ടും പഠിച്ച് എഴുതേണ്ടി വരും. അത് വലിയൊരു ബേർഡൻ ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു വർഷം തന്നെ +1 +2 ഒരുമിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നെത്തും. സോ എന്തിനാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്? കാരണം നമുക്ക് ഇപ്പോൾ നല്ല കുറച്ച് സമയമുണ്ട് പഠിക്കാനായിട്ട്. ഈ സമയം എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതിയാകും. നമുക്ക് ആ മിനിമം സ്കോറൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോ സബ്ജക്റ്റിലും നമുക്കത് സ്കോർ ചെയ്ത് തന്നെ +2 അടിപൊളിയായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് തന്നെ നമ്മളിതിനെ കണക്കാക്കണം. ആ രീതിയിൽ തന്നെ നിങ്ങളിതിനെ പ്രിപ്പയർ ചെയ്യണം. സോ ഈ ഒരു മൊമെൻറ്റിനെ ക്ലിയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായി പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. ഇനി ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. സോ അടിപൊളിയായിട്ട് പഠിക്കൂ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യും.